ഇന്ത്യക്ക് വേണ്ടി ആധുനിക ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ റഷ്യ തയ്യാറാണെന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? SKN റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവാണ് പരസ്യമായിട്ടത് പ്രഖ്യാപിച്ചത്. റഷ്യയുടെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ, ഒരുപക്ഷെ സൈനിക വിമാനങ്ങളടക്കം ഇന്ത്യയിൽ നിർമ്മിക്കാൻ തയ്യാറാണെന്ന് റഷ്യ ഇതാദ്യമായിട്ട് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധത്തിലാണ്. റഷ്യയും ചൈനയും ഒരു ബ്ലോക്കായി നിൽക്കുന്നു. ചൈനയുമായി റഷ്യ കൂടുതൽ അടുക്കുന്നതിൽ ഇന്ത്യക്ക് അല്പം അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ അമേരിക്കയുമായി ഇന്ത്യ അടുക്കുന്നതിൽ റഷ്യയ്ക്കും അസ്വസ്ഥതയുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിൽ നടത്തിയ സന്ദർശനത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഈ പ്രഖ്യാപനം വന്നത്. മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി അനുസരിച്ച് തദ്ദേശീയമായി ഇന്ത്യ നടത്തുന്ന ആയുധ നിർമ്മാണത്തിനുള്ള ശ്രമത്തിൽ റഷ്യ പങ്കാളിയാവാൻ തയ്യാറാണ്. റഷ്യയുടെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്കയൊക്കെ ഇതെങ്ങനെ കാണുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്തായാലും റഷ്യ കൂടുതൽ ബന്ധം ഇന്ത്യയുമായിട്ട് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വലിയ സൂചനയായിട്ട് ഇതിനെ കാണേണ്ടി വരും. അതിനിടയിൽ SKN റഷ്യയിലെ 2 പ്രശസ്തരായിട്ടുള്ള കവികൾക്ക് തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് റഷ്യയിലെ കോടതി. വേറൊന്നുമല്ല, ഉക്രൈൻ യുദ്ധത്തിനെതിരെ, റഷ്യ നടത്തുന്ന യുദ്ധത്തിനെതിരെ ആൻറ്റി വാർ യുദ്ധവിരുദ്ധ കവിത എഴുതിയെന്നാണ് അവർക്കെതിരെ കുറ്റം. ഒരാൾക്ക് 5 വർഷവും മറ്റൊരാൾക്ക് 7 വർഷവും തടവ് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കവിത എഴുതിയാലും ജയിലിൽ പോകാം എന്നുള്ള തരത്തിലായിട്ടുണ്ട് കാര്യങ്ങൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിശക്തമായിട്ട് 5ാം തവണ പ്രസിഡന്റാവാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാക്കളൊക്കെ ജയിലിലാണ്. അലക്സി നവൽനിയെ കഴിഞ്ഞ ദിവസം കാണാതായിരുന്നു. അദ്ദേഹത്തെ ആർട്ടിക് റീജിയനിലെ പീനൽ ജയിലിൽ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ട് വന്നു. ഐ എം ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി. ഒരുപക്ഷെ അദ്ദേഹത്തെ അപ്രത്യക്ഷമായപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയോ എന്നുള്ള തരത്തിലുള്ള പ്രചരണം പാശ്ചാത്യ മാധ്യമങ്ങളിൽ നടന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ആർട്ടിക് റീജിയനിലെ ജയിലിൽ ഉണ്ട് എന്ന വാർത്ത കൂടി വരുന്നു. ഇലക്ഷൻ കാലമായതുകൊണ്ട് മോസ്കോയിലെ ജയിലുകളിലൊന്നും അധികം വേണ്ട. കാരണം ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള പ്രതിപക്ഷ നേതാവാണ് അലക്സി നവൽനി. അദ്ദേഹത്തെ നൊവിച്ചോക്ക് എന്ന വിഷം കൊടുത്ത് സൈബീരിയക്കടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും അധികം അബോധാവസ്ഥയിൽ ജർമ്മനിയിൽ കൊണ്ടുപോയി 3 മാസം അദ്ദേഹത്തിന് ചികിത്സ നടത്തിയാണ് ബോധം വന്ന് അദ്ദേഹം പുറത്തു വന്നത്. പുറത്തു വന്നപ്പോൾ തന്നെ റഷ്യയിൽ മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പോകരുതെന്ന് എല്ലാവരും പറഞ്ഞു. അദ്ദേഹം പോയി. അദ്ദേഹത്തിന് വിമാനം വന്നിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അദ്ദേഹം 19 വർഷത്തെ ജയിൽ ശിക്ഷയുമായിട്ട് കിടക്കുകയാണ്. കാരണം പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ അതുപോലെ കുടുക്കിയിട്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ കള്ളക്കേസുകളാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.